നമ്മുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ റൂമിൽ നിന്നുള്ള രാവിലത്തെ പ്രഭാത കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല കിളികളുടെ സൗണ്ടും നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പുതിയ പ്രഭാതം ആരംഭിക്കുകയാണ്. നമ്മുടെ ചങ്കുറു ആദ്യം തന്നെ റെഡിയായി ഫ്രഷായി താഴോട്ട് പോയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് അപ്പോൾ സത്ത് എല്ലാം ഫ്രഷായി സത്തിൻ്റെ ബാഗും ടിഫിൻ്റെ പോലെയൊക്കെ സത്തും താപ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ താഴെ എത്തിയപ്പോൾ ചങ്കുറു ഇങ്ങനെ അവിടെ റിലാക്സ് മോഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്തിൻ്റെ ലഞ്ച് ബാഗ് കുടഞ്ഞു വെച്ചു. ചങ്കുറു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്പീഡായിട്ട് കഴിച്ചു. എന്താണെന്നറിയില്ല, ചില ദിവസങ്ങളിൽ സത്ത് സ്പീഡാവും, ചില ദിവസം ചങ്കുറു സ്പീഡാവും, അങ്ങനെയാണ്. അപ്പോൾ ചങ്കുറു ലഞ്ച് ബാഗ് കുടഞ്ഞ് വെച്ചേക്കുമായിരുന്നു. ചങ്കുറിൻ്റെ ഷൂ ഒക്കെ തുടച്ച് വെച്ചു. ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ ഖുറാനൊക്കെ യൂട്യൂബിൽ പ്ലേ ചെയ്ത് ടി വി വെച്ചു. കുറച്ച് നേരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിന്നല്ല, എല്ലാ ദിവസങ്ങളും ഞാൻ വെക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖുറാനും നമ്മുടെ അതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വെക്കുന്നത്. അല്ലാത്ത ദിവസം പാട്ടൊക്കെ വെക്കും കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ മൂഡനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഫ്രൈഡേ പിന്നെ നമ്മൾ മൂഡൊന്നും നോക്കത്തില്ല, അത് തന്നെ വെക്കും. അപ്പോൾ ചങ്കുറു കഴിച്ചിട്ടാണ് വന്നത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടു. ചങ്കുറു കഴിച്ചിട്ടല്ല വന്നു. ചങ്കുറു ദോശയും സാമ്പാറും കഴിക്കുമായിരുന്നു. അപ്പോൾ ചങ്കുറുവിൻ്റെ ഒരു ദോശ ചങ്കുറു എനിക്ക് വായിലേക്ക് വെച്ച് നീട്ടി തന്നെ കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ചു. ചങ്കുറു ഞാൻ വാരി കൊടുക്കുന്ന എപ്പോഴും ഇഷ്ടത്തിന് അല്ല, അവൻ എന്നാലേ കഴിക്കുള്ളൂ. അല്ലെ അവൻ പറ്റിയില്ല, എന്നെ പിടിച്ച് ഒന്ന് 2 കഴിച്ച് വയറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊന്ന് കഴിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുമ്പോഴൊന്നും കാര്യം കഴിക്കത്തില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ. അപ്പോൾ ചങ്കുറു കുപ്പിയൊക്കെ അടിച്ചിട്ട് കുപ്പിയിൽ നിന്ന് വെള്ളം ലീക്ക് ആവുന്നതൊക്കെ എന്നെ കമത്തി നോക്കുക കേട്ടോ. ഞാനും ഇങ്ങനെ കുപ്പി ഏത് പാത്രത്തിൽ ഇങ്ങനെ കമത്തി നോക്കുക. ഞങ്ങളെപ്പോഴും ഇങ്ങനെ കമത്തി നോക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടോ? നമുക്ക് മുറുക്കി അടച്ചെങ്കിൽ നമുക്കൊരു വിശ്വാസം വരും. കഥ അടച്ചെങ്കിൽ വീണ്ടും തള്ളി നോക്കുക, ഒന്നുകൂടെ പൊട്ട് തുറന്ന് നോക്കുക, അങ്ങനെയൊക്കെ. അങ്ങനെ ചങ്കുറു കുളിച്ച് ഫ്രഷായി വന്ന് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി സെറ്റായി. ഇനിയിപ്പോൾ മുടി ചീവാൻ പോട്ടോ. ഇതാണ് ചങ്കുറിൻ്റെ ചീപ്പ്. ചങ്കുറു ഇതൊക്കെ ഇട്ട് മുടി ചീവി സെറ്റാവുകയാണ്. സത്ത് ഈ സമയത്തെ കുളിക്കുമായിരുന്നു കേട്ടോ. ചങ്കുറു ആദ്യം കുളിക്കുന്നതെന്ന് വെച്ചാൽ സത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയി. സത്ത് പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞാൽ ഒരു സമയമാവും. അപ്പോൾ ഒരു ബസ് വരും. ചങ്കുറു ആകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം മുഖം ഇട്ടൊക്കെ ഇറങ്ങും. തല ഞാൻ വൈകിട്ടേ കഴിവുള്ളൂ, രാവിലെ ഞാൻ തല കഴിയില്ല. അപ്പോൾ നമ്മുടെ സത്ത് റെഡിയായി വേണ്ടി സത്ത് സോക്സ് വലിച്ച് കയറ്റും കേട്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ച് കയറ്റിയാൽ സത്ത് പക്ഷേ അടി കയറ്റത്തില്ല, മണ്ടയെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സത്തിനോട് സത്ത് താഴെ വെച്ചിട്ട് അടിഭാഗം കെട്ടണം. അപ്പോൾ സത്തിനോട് കയറ്റിട്ടു. സത്തിന് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ തലേ ദിവസം ചങ്കുറു പറഞ്ഞിട്ട് കുറച്ച് പോപ്പിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അക്കായെ കൊണ്ടുവിടാൻ പോയപ്പോൾ. അപ്പോൾ അതിൻ്റെ പോപ്പിൻസ് 5 6 മേടിച്ചപ്പോൾ ചങ്കുറുവിന് സത്തിന് ഓരോ ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു മുട്ടായി കൊടുക്കുമ്പോൾ കുറച്ച് ഒന്നുകൂടെ സന്തോഷമാണ്. ചങ്കുറിൻ്റെ വീട്ടിൽ ചങ്കുറു ആദ്യമേ പോക്കറ്റിൽ തന്നെ വെച്ച് കേട്ടോ. അപ്പോൾ സത്ത് പോപ്പിൻസിനകത്ത് ഏതൊക്കെ കളറുണ്ടെന്നോ എന്തൊക്കെയോ വായിച്ച് നോക്കും. എന്ത് കിട്ടിയാലും സത്തിന് വായിച്ച് നോക്കും. അതാണ് സത്തിൻ്റെ രീതി. അപ്പോൾ സത്തിന് എപ്പോഴും ഗവേഷണം നടത്തുകയും ചെയ്യും. അറിയുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി വയ്ക്കും. ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ ചില പോയിൻറ്റ്സൊക്കെ സത്ത് വിട്ടുപോവുകയും ചെയ്യും. എന്നിട്ട് സത്ത് കിട്ടുന്നിടത്തെല്ലാം അത് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് ഞാൻ കണ്ടില്ല കേട്ടോ. എന്നിട്ട് അവരോട് ചോദിച്ച് സത്ത് അവർ പറഞ്ഞ അവരെ കൊണ്ട് സത്ത് കളക്ട് ചെയ്ത് സത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയാണ് സത്തിന്. അപ്പോൾ നമ്മുടെ ഗില്ല് പോട്ട് പറഞ്ഞാൽ ഞാൻ രണ്ടുപേരും വെളിയിലിറങ്ങും. ബസ് വരാറായി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെളിയിറങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. എന്ന് മാത്രമല്ല, നമ്മുടെ തുമ്പിക്കുട്ടി ഈ സമയത്ത് റോഡിൽ കൂടെ കറങ്ങും. ആ സമയത്ത് ഇവർക്ക് രാവിലെ പോകുമ്പോൾ തുമ്പിയൊക്കെ ഒന്ന് കണ്ട് തുമ്പി ഒന്ന് ചിരിച്ച് കാണിച്ച് ഉമ്മയെ കൊടുത്തുമ്പോൾ രണ്ടുപേർക്കും ഒരു സന്തോഷം കേട്ടോ. ഒരു പ്രത്യേക സന്തോഷം തുമ്പി ഇങ്ങനെ കണ്ട് പോകും. അപ്പോൾ അങ്ങനെ തുമ്പിയെ നോക്കി ആ തുമ്പി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തുമ്പി എടുത്തിട്ട് പൊക്കോട്ടനൊക്കെ രണ്ടുപേരും ചോദിച്ചിട്ട് ഇങ്ങനെ പയ്യെ അങ്ങോട്ട് നോക്കി കേട്ടോ. ചേച്ചിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുവാ എന്നെന്തോ കാര്യത്തിന് സത്യനെ ഇങ്ങോട്ട് വിളിച്ചില്ല കേട്ടോ. അപ്പോൾ ചങ്കുറു ഇങ്ങോട്ട് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്ന് ഫ്രൈഡേ ചങ്കുറിന് ബാഗിൽ വെയിറ്റ് കുറവാട്ടോ. ചങ്കുറിന് കുറേ പി ടിയും ലാബും മ്യൂസിക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ തുമ്പി ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. സത്താണെങ്കിൽ എന്നോട് ചോദിക്കത്തില്ല, അപ്പോൾ അവിടെ പോയി അങ്ങോട്ട് പൊക്കോട്ടെ. ചങ്കുറ് വേണേൽ അമ്മുക്കുട്ടി വാ, ഞാൻ ചോദിക്കുക, തുമ്പി വിളിച്ചോണ്ട് വാ. ചങ്കുറ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ പോയി തുമ്പിയെ വിളിച്ചോണ്ട് വന്നിട്ട് തുമ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിയെ കൈ വെച്ചോണ്ടാണ് ഇന്ന് മക്കളെ ബസ് കയറ്റി. മിക്ക ദിവസവും ബസ് കയറ്റി ഇറക്കി വെച്ച് വേണ്ടി തുമ്പി കാണും കേട്ടോ. തുമ്പിക്ക് അതൊരു വലിയ സന്തോഷം, മക്കൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. അപ്പോൾ അവിടെ ഇവിടെ സുഖം. ഞങ്ങളപ്പോൾ പണ്ട് എഴുത്ത് കഴിച്ചൊന്നുമില്ല, അവിടെ സുഖം ഇവിടെ സുഖം. അപ്പോൾ പോസ്റ്റ്മാൻ ചോദിക്കത്തി പിന്നെ ആർക്കാ സുഖം, എനിക്കാണോ? അതുപോലെ എല്ലാവർക്കും ഒരു സന്തോഷം. തുമ്പി ഇങ്ങനെ വന്ന് ടാറ്റ കാണിച്ചു. അപ്പോൾ തുമ്പി എൻ്റെ കയ്യിലുണ്ട്. ചെച്ച തുമ്പിയെ വിട്ട് അവിടെ നിൽക്കുക കേട്ടോ. ആ ബസ്സിന് ജോ തല വെളിയിലിട്ട് ചങ്കുറിനെ ഇങ്ങനെ കൈയും കലക്കാണിച്ചിരിക്കുന്നുണ്ട്. ചങ്കുറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജോ കേട്ടോ. ജോയ് ആണെങ്കിൽ ചങ്കുറിൻ്റെ ക്ലാസ്സിലല്ല, ചങ്കുറിൻ്റെ ഒരു വർഷം ഇളയതാണ്. ചങ്കുറും അവനായിട്ട് 3 മാസം വ്യത്യാസമുള്ളൂ. ചങ്കുറിനെ നേരത്തെ ചേർത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കമ്പനി. ചങ്കുറിനെ സീറ്റ് കൊടുത്ത് പിടിച്ച് ജോയിനെ തല വെളിയിട്ട് നമുക്ക് ചിരിച്ച് കണ്ടു. അപ്പോൾ അവൻ്റെ ചേച്ചിയും കയറിയിരുന്നു. ഞാൻ തന്നെ നിൽക്കുമ്പോൾ സത്ത് ചാറ്റ എടുത്തില്ല കേട്ടോ. ചങ്കുറ് മാത്രം ചാറ്റ എടുത്തു. തുമ്പി ഉള്ളതുകൊണ്ടാണ് സത്ത് ചാറ്റാകുന്നത്. സത്തും ചങ്കുറും ചാറ്റാകുന്നത്. അങ്ങനെ അവരുടെ ബസ് പോയി. പിന്നെ കുറേ നേരം ഞാനും തുമ്പിയും കൂടി സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. എൻ്റെയും തുമ്പിയുടെയും ക്വാളിറ്റി ടൈം എന്തെങ്കിലും ഈ കാണുന്ന കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും സങ്കടമോ എന്തെങ്കിലും ഒരു മൂഡ് ചെയ്തൊക്കെ ഞാൻ ഓടിപ്പോയി തുമ്പിയെടുത്ത് കുറേ നേരം ഇരുന്ന് കളിച്ച് ചിരിച്ച് കാര്യം പറഞ്ഞിട്ട്. തുമ്പിക്കും അതുപോലെയാണ് കേട്ടോ. ഇതുവരെ ഞാൻ തുമ്പി അങ്ങനെയാണ്. ഞങ്ങൾ ഭയങ്കര ഡീപ്പ് ലവിലാണ്. കണ്ടാൽ ഞങ്ങൾ സംസാരിക്കുകയും ചിരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും തുമ്പി ശ്രദ്ധിക്കുന്നുണ്ടോ. ഞാൻ എന്തൊക്കെയോ തുമ്പി ഇല കണ്ടോ, സ്കൈ ഉണ്ടോ, അമ്മി പോയോ, അണ്ണി സ്റ്റഡിയായോ, സ്കൂളിൽ പനി എന്ത് കഴിച്ചു, ആരാ വഴക്കുണ്ടാക്കിയേ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആകാശക്കാഴ്ചകളും പ്രകൃതിയെക്കുറിച്ചൊക്കെ ഞാൻ വർണ്ണിക്കും. തുമ്പിക്ക് എന്ത് മനസ്സിലാവുന്നു എന്ന് അറിയത്തില്ല. എൻ്റെ വർണ്ണനകളൊക്കെ കേട്ട് തുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിടയ്ക്ക് അമ്മ അവിടെ നിന്ന് വിളിക്കുക. അപ്പം ഞാൻ ആരാ തുമ്പി വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കാഴ്ച കണ്ടുകൊണ്ടപ്പോൾ തന്നെ ഏകദേശം 8:45-9 മണി. ചില ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ കയറുന്ന ഞങ്ങൾ ബെഡിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഞാൻ തുമ്പി കൂടെ. ഇന്നിപ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്ന് തന്നെ കളിച്ചിട്ട് തുമ്പിയെ ഞാൻ അപ്പുറത്ത് വിട്ടിട്ട് എനിക്ക് ജോലിക്ക് സമയം അപ്പുറത്ത് ഞാൻ ഇങ്ങ് വന്ന് ജോലിക്കൊക്കെ പോയി. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് 1 മണിയായപ്പം ഞാൻ എൻ്റെ ലാപ്പൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഇറങ്ങും കേട്ടോ. വന്നതും ഇടയ്ക്ക് കയറിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് വിട്ടുപോയി. ഞാൻ ഡേ നവർ ലൈഫ് എടുക്കാനുള്ള കാര്യം വന്ന് എനിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ച് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഫോൺ കൈ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തേക്കാതിന് ശേഷം അങ്ങ് എടുത്തു. അതിനുശേഷം എനിക്ക് അലങ്കാരിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വെച്ചാൽ മക്കളാണെങ്കിൽ കോയിൻ പൊറോട്ട മൂന്നാറിൽ പോയി കഴിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോയിൻ പൊറോട്ട ഇപ്പോൾ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇക്ക ഇങ്ങനെ പറഞ്ഞു അത് ഫ്രോസണാ, അധികം കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇക്കയ്ക്ക് ആ ഫീൽഡിരിക്കുന്ന ഫുഡിനെ പറ്റി നല്ല അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫ്രോസണാ ശരിയാ. അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് സത്യനും അത് കിട്ടി. അപ്പോൾ ഞങ്ങളത് കഴിച്ചു എന്ന് പറയുമ്പോൾ ചങ്കുറൂന് പിന്നെ ഒരു സങ്കടം. അപ്പം ഒരു കവർ ഭാഗ്യത്തിന് കിട്ടി കേട്ടോ, അബാദിൻ്റെ ആയിരുന്നേ. അപ്പം ഞാനൊരു കവർ ഇത് മേടിച്ചു. നമ്മുടെ കോയിൻ പൊറോട്ട വാങ്ങിച്ചു. രാവിലെ ഭയങ്കര തണുപ്പാട്ടോ, ഒച്ചടൻ കോയിൻ പൊറോട്ട വാങ്ങിച്ചു. പിന്നെ ഞാൻ ചിക്കൻ മേടിക്കാൻ ഇടയ്ക്ക് നിന്നാൽ നിങ്ങളപ്പോൾ കണ്ട കേട്ടോ. ചിക്കനൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് മക്കൾ വരാതെ സമയമായി. അപ്പോഴത്തേക്ക് അപ്പുറത്ത് പെരിയമ്മയുടെ മോളും ഹസ്ബൻഡും പിന്നെ അപ്പുറത്ത് സ്ഥലം വേണ്ടി നിശക്കയും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ശങ്കുറിനെ കാണാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. ശങ്കുറിനെ ഇപ്പോൾ കാണാൻ വേണ്ടി സത്തിനെ കാണണം. പിന്നെ ശങ്കുറു ഇങ്ങനെ മറ്റേ അക്കാടെ മോനുമായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് കാണാണ്ട് വെയിറ്റ് അങ്ങനെ നിന്ന് നമ്മുടെ സ്കൂൾ ബസ് വന്നു കേട്ടോ. ബസ്സിൽ കയറ്റി വിടാൻ നേരത്തും തുമ്പി ഉണ്ടായിരുന്നു. ബസ്സിൽ നിറക്കാൻ നേരം തുമ്പിയുണ്ട് കേട്ടോ. തുമ്പി എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. തുമ്പിയെ കണ്ടതിൻ്റെ സ്കൂളിൽ വരുമ്പോൾ സത്യൻ്റെ സന്തോഷം ഞാൻ കാണിച്ചില്ല. തുമ്പിക്ക് ഇവരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ചിരിയും ഭയങ്കര ബഹളവും ഒക്കെ കേട്ടോ. ഞാനും തുമ്പിയും കൂടെ അപ്പോൾ സത്യനെയും ചങ്കുറിനെയും വിളിക്കാൻ വേണ്ടി നിൽക്കണം. അവിടെ ബസ് വന്ന് തിരിഞ്ഞ് നിൽക്കണം. തുമ്പി ബസ് വന്നപ്പോഴത്തേക്ക് കൈ വീശി പോവുക. അങ്ങനെ എന്താ അത് ഞങ്ങൾ ഇറങ്ങുന്ന നോക്കിയപ്പോൾ എൻ്റെ ഹൂപ്സ് കാണാനാണ് തുമ്പിയുടെ ഏറ്റവും വലിയ ഇത് കേട്ടോ. തുമ്പിയുടെ വലിയ വീക്ക്നെസ് എൻ്റെ ഹൂപ്സ് എവിടെ കണ്ടാലും തുമ്പി 2 ചെവിയിലൂടെ പിടിച്ച് ഒറ്റ വാലിയ. തുമ്പിയെ പഠിച്ചാൽ ഹൂപ്സിടാത്തൊരു അവസ്ഥ കണ്ട. സത്യം തുമ്പിയെ കണ്ട് സന്തോഷം കണ്ട സ്കൂളിൽ നിന്ന് വന്നത്. തുമ്പി പിന്നെ ബസ്സിൽ ബാക്കി പിള്ളേരൊക്കെ തലയൊക്കെ വെളിയിട്ട് നമ്മൾ നോക്കട്ടെ. സത്യത്തെ കണ്ണാടിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നത്. കണ്ണാടി ഇട്ടപ്പോൾ ബോ എടുക്കട്ടെ. ചങ്കുറു ജോയിക്ക് ടാറ്റ കൊടുത്തിട്ട് ഷിമിനാക്കയുടെ കാറ് പുതിയ കാറ് കിടക്കുന്നുള്ളൂ, അണ്ണൻ്റെ കാറാണോ ഇത്, ഏതാ കാറിനൊക്കെ ചോദിച്ചു. ഇതാണ് ചങ്കുറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ചങ്കുറു വന്നിട്ട് ഭയങ്കര കമ്പനിയാണ്. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചും പഠിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാനും തുമ്പിയോട് കളിച്ചോണ്ട് നിൽക്കട്ടെ. നമ്മുടെ സത്ത് കളിച്ച് തറയിലോട്ട് അങ്ങ് വീണെന്നല്ല ഇങ്ങനെ ഇരുന്നു. സത്ത് വീണ്ടും പൊങ്ങി എണീക്കും. സത്ത് സ്കൂളിൽ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ബാക്കി ചാർട്ടും പശയൊക്കെ എടുത്തുകൊണ്ട് സത്യന് എന്തോ സ്വന്തമായിട്ട് ആക്ടിവിറ്റി ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഫ്രഷ് ആകാൻ ഭയങ്കര കളിയായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ അകത്ത് കയറ്റി രണ്ടുപേരെയും ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആക്കി ലഞ്ച് ബാഗ് പറക്കി വെക്കും കേട്ടോ ചങ്കുറു. അപ്പോൾ ഞാൻ തുമ്പിയെ കൊണ്ട് വിട്ടിട്ടാണ് വന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് മുന്നേ വന്നു. ചങ്കുറു ആണെങ്കിൽ ലഞ്ച് ബാഗ് ഇത് 2ആയിട്ട് വെച്ചുകൊണ്ട് പോകണം. ചങ്കുറു അതുകൂടെ ബാഗിൽ വെച്ചുകൊണ്ട് വരും. വെള്ളിയാഴ്ച വെയിറ്റ് കുറവാണ്, സാരമില്ലെന്ന് ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വരാൻ ഭയങ്കര ഇത്. അങ്ങോട്ട് പോകുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ബാഗിൽ കുത്തി നിറച്ച് കയറ്റിക്കൊണ്ട് വരും. അങ്ങോട്ട് പോകുമ്പോൾ ഞാനാണല്ലോ കൂടുതലെല്ലാം പറക്കി വെച്ച് കൊടുക്കുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ അവനങ്ങനെ വെക്കുമ്പോൾ ഇപ്പം ഞാൻ പക്ഷേ ടൈം ടേബിളൊക്കെ അവനെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കൂടുതലെടുത്ത് ശീലിപ്പിക്കത്തില്ല. പിന്നെ ചിലപ്പോൾ അവൻ്റെ മൂടത്ര തല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാവിലെ താമസിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും. 2 പേർക്കും അങ്ങനെയാണ്. ഓരോരുത്തർ ഓരോ ഇതനുസരിച്ച് ഓരോ ദിവസം സാഹചര്യങ്ങളനുസരിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അവർ ഉഴുന്നുവടയൊക്കെ കൊണ്ട് അത് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സത്ത് പറഞ്ഞു അത് വേണ്ട, എനിക്ക് ബ്രെഡും ജാമും എന്ന് പറഞ്ഞു. സത്ത് ബ്രെഡും ജാമും എടുത്ത് വെച്ചു. പിന്നെ അപ്പോൾ എനിക്ക് ഉഴുന്നോട് തന്നു പറഞ്ഞ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉഴുന്നോടെ ചങ്കുറൂടെ ഉഴുന്നോടെ സത്തിന് കേട്ടോ. ചങ്കുറിൻ്റെ അടിക്കൽ ചങ്കുറോടെ ഇട്ടേക്കുന്നുള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് എല്ലാ സാധനം എടുത്ത് വെക്കാൻ വേണ്ടി എടുത്തിട്ട് ബാഗും ബുക്കും പുസ്തകമൊക്കെ അടുക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി മറ്റത്തെ ക്ലാസ്സിന് കയറണം. അങ്ങനെയാണ്. ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ പുറത്തോട്ട് മറ്റേ മദ്രസ ക്ലാസ് ആണെങ്കിൽ സ്കൂളിൽ വളർന്ന് പിന്നെ ഒരുങ്ങി റെഡിയായി പോകേണ്ടത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടി റിലാക്സ് ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇവർക്ക് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ റോള് സീന ബേക്കറി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ ആദ്യമായിട്ട് ഈ സംഭവം കണ്ടു. ഞാൻ നോക്കിയപ്പോൾ കേക്ക് റോളാന്ന് പറഞ്ഞ് ഞാനപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരെണ്ണേ മേടിച്ചുള്ളൂ, ടേസ്റ്റ് അങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ടേ. അപ്പോൾ അത് ഞങ്ങൾ 3 പേരോട് ഈക്വലി ഷെയർ ചെയ്ത് കഴിക്കുക കേട്ടോ. ഇത് ചങ്കുറുവിൻ്റെ ബ്രെഡും ഉഴുന്നുവടയും. ചങ്കുറു ഒരു ബ്രെഡിൽ തന്നെ ബ്രെഡിട്ട് മടക്കി കഴിക്കും. സത്താണെങ്കിൽ നമ്മൾ സാധാ കഴിക്കുന്ന 2 വെച്ച് കഴിക്കട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. സത്തിന് മിക്സഡ് ഫ്രൂട്ട് ജാം വേണം, ചങ്കുറിന് പൈനാപ്പിൾ ജാം വേണം. അപ്പോൾ 2 പേര് 2 ജാമിന്. മിക്സഡ് ഫ്രൂട്ട് ജാം ഏകദേശം തീരാറായാലും അപ്പോൾ ചങ്കുറ് പറഞ്ഞു നീ തീർത്തു, എനിക്ക് വേണ്ട, ഞാൻ പൈനാപ്പിൾ ജാം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വയ്ക്കും. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ റോള് ചങ്കുറിന് ഇഷ്ടപ്പെട്ടോ, ചങ്കുറ് തലയാട്ടി കിട്ടാൻ ഇഷ്ടപ്പെട്ടോ ചങ്കുറ് എന്നൊക്കെ ചോദിച്ച് തലയാട്ടി കാണിക്കട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ മക്കളിങ്ങനെ കഴിക്കുന്നത് ഞാൻ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കട്ടോ. നമുക്കൊരു സന്തോഷമല്ലേ, നമ്മൾ അവർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുത്ത് അവർക്ക് കഴിക്കുന്നത് കാണും. അത്രയും നേരം വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബഹളമാണെങ്കിലും സ്കൂളിൽ പോയിട്ട് വന്ന് ഒരു 1-2 മണിക്കൂറൊക്കെ ഞങ്ങൾ ഭയങ്കര സ്നേഹബന്ധത്തിലായിരിക്കും. അത് കഴിയുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങളെ സ്വഭാവം മാറുന്നത്. നമ്മൾ ഈ ഓരോ റീൽസിലൊക്കെ കാണത്തില്ല, അതുപോലെയാണ്. അപ്പോൾ ചങ്കുറിൻ്റെ പൈനാപ്പിൾ ജാം അമ്മക്കുട്ടിക്ക് ഏതാ ഇഷ്ടം, ഇതാണോ അതാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞു നീ കഴിക്കുക, ഞാൻ ഇതിൻ്റെ അടുത്ത് കഴിച്ചോളാം, സത്തിൻ്റെ എടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചായയും കുടിച്ച് ജാമൊക്കെ, സത്താണെങ്കിൽ ജാമ അടി ശകലം കൊടുത്ത് തീർത്തു, ആ കുപ്പി തള്ളിയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നേരെയൊക്കെ വെച്ചിട്ട് പിന്നെയും കഴിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് സത്ത്. അതിൻ്റെ അകത്ത് ഇനി അടിയിലെ കുറച്ചേ ഉള്ളൂ, അത് സത്തിൻ്റെ സ്പൂണിൽ കയറി വരത്തില്ല, ഇത് തീരുവാണെങ്കിൽ എനിക്ക് പൈനാപ്പിൾ ജാം തരണേടാ ചങ്കുറു എന്നൊക്കെ സത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് യൂണിഫോം വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാഷ് ചെയ്തിട്ടാൽ രാവിലെ എനിക്ക് ജോലിക്ക് പോകുന്ന സമയം കഷ്ടപ്പെടുത്തില്ലല്ലോ. അപ്പം ഇന്ന് വേറെ പരിപാടികളൊന്നും വൈകിട്ടില്ല താനും. അപ്പോൾ ഞാൻ തുണി വാഷ് ചെയ്യാൻ വേണ്ടി വന്ന് ബക്കറ്റിൽ വെള്ളം പിടിക്കരുത്, എൻ്റെ അലക്കാലിൻ്റെ അടുത്ത പൈപ്പാണ്. തുണി നനച്ച് ഇവിടെ ഇങ്ങനെ ഇതായതാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ നനച്ച് വിരിച്ചിട്ടു, എൻ്റെ മേളിൽ വന്ന് ഫ്രഷായി, പിന്നെ മക്കളെ കുറേ പഠിപ്പിച്ചു, മദ്രസ ക്ലാസ്സിൽ കയറി. അപ്പോൾ ഇന്ന് വൈകിട്ട് നൂഡിൽസ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നൂഡിൽസിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടു. അപ്പോൾ ചങ്ക്രൂന് വെജിറ്റബിൾസ് നൂഡിൽസ് ഇഷ്ടമാണ്, സത്തിന് വെജിറ്റബിൾസ് ഇടുന്ന നൂഡിൽസ് ഇഷ്ടമാണ്. സത്ത അതിൻ്റെ അകത്ത് ടൊമാറ്റോയും എല്ലാം ഇങ്ങനെ പിച്ച് മാറ്റി വയ്ക്കും. എഗ് നൂഡിൽസ് ഉണ്ടാക്കി, എഗ് നൂഡിൽസിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഒക്കെ ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ചങ്ക്രൂന് നല്ല ഇഷ്ടപ്പെട്ടു, സത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചങ്ക്രു എൻ്റെ അടുത്തുനിന്ന് കൊണ്ട് കുറച്ച് മേടിച്ച് കഴിക്കുന്നുണ്ട്. നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ 2 ടൈപ്പ് ഉണ്ടാക്കേണ്ട അവസ്ഥ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.